നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ജനകീയ ആസൂത്രണമാണ് കേട്ടോ. എന്താണ് ജനകീയ ആസൂത്രണം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമുകളിലൊക്കെ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് KS പരീക്ഷകളിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ഒരു പ്രാധാന്യം കൊടുത്തു പഠിക്കേണ്ട ചില ടോപ്പിക്കുകളാണ് ഇപ്പം നമ്മൾ കൂടുതലായിട്ടും ചാനലിൽ ഉൾപ്പെടുത്താറ്. എന്ന് കരുതി ഇത് 10th ലെവൽ ആയിക്കോട്ടെ +2 തലത്തിലുള്ള ആയിക്കോട്ടെ എല്ലാ PSC പരീക്ഷകളിലും വേണം. പക്ഷേ നമ്മൾ എന്താ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പം നമുക്ക് എന്താ സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ജനകീയ ആസൂത്രണം എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം കൈമാറിക്കൊണ്ട് കേരളത്തിൽ 1996 നടപ്പിലാക്കിയ വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതിയാണ് ഈ ജനകീയ ആസൂത്രണം. എന്താണ്? നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അറിയാമല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്താ വികസന പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ടും അവ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ഉള്ള അധികാരങ്ങൾ കൈമാറിക്കൊണ്ട് കേരളത്തിൽ 1996 നടപ്പിലാക്കിയ വികേന്ദ്രീകൃത എന്ന് വെച്ചാൽ ഡീസെൻട്രലൈസേഷൻ എന്നല്ലേ അറിയാമല്ലോ. വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതിയാണ് എന്ത്? ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത്. അത് 1996 കേരളത്തിൽ നടപ്പിലാക്കിയത്. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്കറിയാം നമ്മുടെ എക്കോണമിയെ മൊത്തത്തിലൊന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും രാഷ്ട്രത്തെ മൊത്തത്തിലൊന്ന് ഡെവലപ്പാക്കി എടുക്കുന്നതിനും വേണ്ടിയിട്ട് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടായിരുന്നു, അറിയാമല്ലോ. അങ്ങനെ പഞ്ചവത്സര പദ്ധതികളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന സമയത്ത് 8 പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞിട്ടും എന്താ വലിയ തോതിൽ വേണ്ടത്ര വികസനം നേടാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വികേന്ദ്രീകൃത ആസൂത്രണം എന്ന് പറയുന്ന സങ്കല്പത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനകീയ ആസൂത്രണം എന്ന ഒരു പേരിൽ 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ത് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയതാണ് ഈ ജനകീയ പദ്ധതി. അറിയാം, 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇത് നടപ്പിലാക്കിയത് എന്ന് നമ്മൾ പറഞ്ഞു. EK നയനാരുടെ നേതൃത്വത്തിലുള്ള കേരള ഗവൺമെൻറ് ആണ് കേട്ടോ. EK നയനാരുടെ, ആരുടെയാണ്? EK നയനാരായിരുന്നു ആ സമയത്തെ മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നു. അപ്പം EK നയനാരുടെ നേതൃത്വത്തിലാണ് 9ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് EK നയനാരുടെ നേതൃത്വത്തിലുള്ള കേരള ഗവൺമെൻറ് 9ാം പഞ്ചവത്സര പദ്ധതി എന്താണ് ജനകീയ പദ്ധതിയായിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഈ ജനകീയ ആസൂത്രണ പദ്ധതി ആരംഭിച്ചത് എന്നാണെന്ന് കൃത്യമായി ചോദിച്ചാൽ 1996 ഓഗസ്റ്റ് മാസം 17-ാം തീയതിയാണ്. 1996 ഓഗസ്റ്റ് 17-ന്. അത് മലയാള മാസത്തിൽ പറഞ്ഞ ഒരു ചിങ്ങം 1-ാം തീയതിയായിരുന്നു. അപ്പോൾ 1996 ഓഗസ്റ്റ് 17-ാം തീയതിയാണ്. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ ജനകീയ ആസൂത്രണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പ്രധാനമായിട്ടും വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയയിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യം വെച്ചത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം പ്രധാനപ്പെട്ടൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന പദ്ധതി ഫണ്ടിൻ്റെ 35% മുതൽ 40% വരെ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടത് ഈ ഒരു പദ്ധതി സമയത്താണ് കേട്ടോ. എന്താ സംസ്ഥാന പദ്ധതി ഫണ്ടിൻ്റെ 35 മുതൽ 40% വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറാനുള്ള തീരുമാനവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 73-74 ഭരണഘടനാ ഭേദഗതികൾ ഇല്ലേ? 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ സമയത്ത് ഈ ഒരു ഭരണഘടനാ ഭേദഗതി മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വികേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഈ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയത്. നമുക്കറിയാം 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികൾ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനാണ് അല്ലേ. പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രയോറിറ്റി കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ജനകീയ ആസൂത്രണം ഈ പദ്ധതി ഈ 73rd 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൻ്റെ ചുവട് പിടിച്ചു വന്നതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. അതുകൊണ്ട് 9ാം പഞ്ചവത്സര പദ്ധതിയെ ജനകീയ പദ്ധതി എന്നാണ് പറയുന്നത്. ജനകീയ പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി ആ സമയത്ത് അറിയപ്പെടുന്നതും ജനകീയ പദ്ധതി എന്ന് കൂടിയാണ്. അതോടൊപ്പം ഈ ജനകീയ ആസൂത്രണവും ഒരു ജനകീയ പദ്ധതിയായിരുന്നു.
ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഈ ത്രിതല പഞ്ചായത്തുകളെ യഥാർത്ഥ സ്വയംഭരണ സ്ഥാപനങ്ങളാക്കുകയും അവയെ പ്രാദേശിക സർക്കാരുകളായിട്ടൊന്ന് രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക. അതുപോലെ വർദ്ധിച്ചു വന്നിരുന്ന അധികാര കേന്ദ്രീകരണത്തിന് പകരം എന്താണ്, അധികാര വികേന്ദ്രീകരണത്തിന് തുടക്കം കുറിക്കുക. ഇതൊക്കെയായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം കൈമാറിക്കൊണ്ട് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതിയാണ് ജനകീയാസൂത്രണം.